നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വരന്തരപ്പള്ളി വേലുപാടം സ്വദേശി അറസ്റ്റിൽ. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാടൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചു വേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. ചാവക്കാട് അതീവ സുരക്ഷാ മേഖലയായ കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ടു പൊട്ടിച്ചത് പരിഭ്രാന്തി പരത്തി. സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനം എന്ന പേര് തൃശൂർ കോർപ്പറേഷന് നഷ്ടപ്പെട്ടേക്കുമെന്ന് ആശങ്ക. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശിവജി ബാലഗോകുലം തലവണിക്കരയുടെയും കോനിക്കരയുടെയും നേതൃത്വത്തിൽ മഹാശോഭായാത്ര നടത്തി. വാർത്തകൾ വിശദമായി. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വരന്തരപ്പള്ളി വേലുപാടം സ്വദേശി അറസ്റ്റിൽ. വേലുപാടം കിണർ സ്വദേശി പുൽക്കിരിപ്പറമ്പിൽ വീട്ടിൽ ഷിനോജിനെയാണ് വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭക്ഷണം കഴിക്കാൻ വിളിക്കാനായി ഷിനോജിന്റെ വീട്ടിലേക്ക് പോയ വേലുപാടം സ്വദേശിയായ വലിയപറമ്പിൽ വീട്ടിൽ മൻസൂറിനെ തടഞ്ഞു നിർത്തി കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഷിനോജ് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ 2020 വ്യാജ മദ്യക്കേസ് അടക്കം 2 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വരന്തരപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ മനോജ് KN, സബ് ഇൻസ്പെക്ടർമാരായ പോൾസൺ, സുനിൽ കുമാർ, അലി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, സജീവൻ, രാകേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. ആനത്തടം പുതുശ്ശേരി കുന്നപ്പിള്ളി ബാബു എന്ന് വിളിക്കുന്ന 65 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. ഇയാളുടെ ഭാര്യ അൽഫോൺസയെ പരിക്കുകളോടെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 4 വർഷത്തോളമായി താഴേക്കാട് കണ്ണിക്കരയിൽ താമസിച്ചിരുന്ന ദേവസി ആനത്തടത്തെ വീട്ടിലെത്തി അൽഫോൺസയെ ആക്രമിക്കുകയായിരുന്നു. മക്കൾ വിദേശത്തായതിനാൽ വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു അൽഫോൺസ. പള്ളിയിൽ പോയി തിരികെ വീട്ടിലെത്തിയ അൽഫോൺസയെ വീട്ടു പരിസരത്ത് പതിയിരുന്ന ദേവസി വീടിനുള്ളിൽ കയറി ചുറ്റിക കൊണ്ട് തലയിൽ അടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കരച്ചിൽ കേട്ട് സമീപവാസികൾ എത്തിയപ്പോൾ ഇയാൾ മുറിക്കുള്ളിൽ കയറി വാതിൽ കുറ്റിയിട്ടു. പിന്നീട് ഇയാളെ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാടൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചു വേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയ CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന് വേലായുധന് ഉറപ്പു നൽകിയത്. നിവേദനം നൽകാൻ എത്തിയപ്പോൾ അത് വാങ്ങാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വേലായുധനെ മടക്കി അയച്ചത് വാർത്തയായിരുന്നു. പുല്ല് ചെമ്മാപ്പിള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടെയായിരുന്നു സംഭവം. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. വടക്കാഞ്ചേരി SHO ഷാജഹാനെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റിയത്. SFI KSU സംഘടനത്തിൽ അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെയാണ് കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണികൊണ്ട് തലമൂടിയും കൈവിലങ്ങണിഞ്ഞും കോടതിയിലെത്തിച്ചത്. കോടതി പോലീസ് നടപടി വിമർശിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി വഴി റിപ്പോർട്ട് സമർപ്പിക്കുവാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ചാവക്കാട് അതീവ സുരക്ഷാ മേഖലയായ കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ടു പൊട്ടിച്ചത് പരിഭ്രാന്തി പരത്തി. സംഭവത്തിൽ യുവാവിന്റെ വലത് കൈപ്പത്തി തകർന്നു. തുടർന്ന് ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ മുകളിൽ കയറിയതായിരുന്നു സംഘം. ലൈറ്റ് ഹൌസിന് മുകളിൽ നിന്ന് ഉഗ്രശബ്ദം കേട്ടതോടെ ജനം ഭീതിയിലായി. ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും യുവാവുമായി ഒപ്പമുണ്ടായിരുന്നവർ ആശുപത്രിയിലേക്ക് പോയി. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു.
സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനം എന്ന പേര് തൃശൂർ കോർപ്പറേഷന് നഷ്ടപ്പെട്ടേക്കുമെന്ന് ആശങ്ക. കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗത്തിലെ തസ്തികകൾ പകുതിയോളം വെട്ടിക്കുറച്ചതിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ആകെയുള്ള 229 തസ്തികകൾ 103 ആക്കിയാണ് തദ്ദേശ വകുപ്പിന്റെ ഉത്തരവ്. ഫീൽഡ് ജീവനക്കാരെയാണ് ഏറ്റവും അധികം കുറച്ചത്. ലൈൻമാൻമാരുടെ എണ്ണം 51-ൽ നിന്നും 5 ചുരുക്കി. വർക്കർമാരുടെ എണ്ണം 50-ൽ നിന്നും 18 കുറച്ചു. ഡ്രൈവർമാരുടെ എണ്ണം 5-ൽ നിന്ന് 1 ഇത്രയും കുറച്ച് ജീവനക്കാരെ ഉപയോഗിച്ച് വൈദ്യുതി വിഭാഗം മുന്നോട്ടു പോകാൻ കോർപ്പറേഷന് കഴിയില്ല. അതിനാൽ KSEBിക്ക് വിട്ടു നൽകേണ്ടി വരും. കോർപ്പറേഷൻ കൌൺസിലിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടില്ല. ജീവനക്കാരുമായും ആലോചിച്ചിട്ടില്ല. ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുമ്പോൾ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന സേവനത്തിൽ തടസ്സം നേരിടുമെന്ന് കൌൺസിലർ ജോൺ ഡാനിയൽ ചൂണ്ടിക്കാട്ടി. സ്വാഭാവികമായും ജനവികാരം എതിരാകുന്ന ഈ സാഹചര്യം മുതലാക്കി കോർപ്പറേഷന് കീഴിലുള്ള വൈദ്യുതി വിഭാഗത്തെ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാനാണ് അണിയറ നീക്കമെന്നും ജോൺ ഡാനിയൽ ആരോപിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശിവജി ബാലഗോകുലം തലവണിക്കരയുടെയും കോനിക്കരയുടെയും നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തി. തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച മഹാശോഭയാത്ര കോനിക്കര മണ്ണത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ സമാപിച്ചു. ഗോപികാ നൃത്തം, ശിങ്കാരിമേളം, ചെണ്ടുകാവടി എന്നിവയുടെ അകമ്പടിയോടെ നിരവധി കൃഷ്ണരാധമാർ തെരുവീഥികളെ അമ്പാടിയാക്കി മാറ്റി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 10,180 രൂപ, പവന് 81,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബൈക്കിൽ കൊണ്ടുപോകാത്തതിന്റെ വൈരാഗ്യത്താൽ യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച വരന്തരപ്പള്ളി വേലുപാടം സ്വദേശി അറസ്റ്റിൽ. ആളൂർ ആനത്തടത്ത് 60-കാരിയെ ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. വീട് നിർമ്മാണത്തിന് സഹായം തേടിയെത്തിയ ചാടൂർ പഞ്ചായത്തിലെ പുള്ളു സ്വദേശി തായാട്ട് കൊച്ചു വേലായുധന് CPIM വീട് നിർമ്മിച്ചു നൽകും. വടക്കാഞ്ചേരി കോടതിയിൽ KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയ സംഭവത്തിൽ നടപടി. ചാവക്കാട് അതീവ സുരക്ഷാ മേഖലയായ കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് മുകളിൽ കയറി ഗുണ്ടു പൊട്ടിച്ചത് പരിഭ്രാന്തി പരത്തി. സംസ്ഥാനത്തെ ഏക തദ്ദേശ സ്ഥാപനം എന്ന പേര് തൃശൂർ കോർപ്പറേഷന് നഷ്ടപ്പെട്ടേക്കുമെന്ന് ആശങ്ക. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ശിവജി ബാലഗോകുലം തലവണിക്കരയുടെയും കോനിക്കരയുടെയും നേതൃത്വത്തിൽ മഹാശോഭയാത്ര നടത്തി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.